ഈ കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംവരണം വെട്ടിക്കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കണം. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഗവൺമെന്റ് തീരുമാനമെടുക്കാം. ഇതൊന്നും ഉണ്ടായില്ല ഒരു സുപ്രഭാതത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത് തവണ കാസിങ്ങോട്ട് മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ MLA-മാരുടെ ഭൂരിപക്ഷമില്ല മുഖ്യമന്ത്രിക്ക്. അപ്പോ നിയമസഭയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഞാൻ നാളെ വന്ന് അസംബ്ലിയിൽ വന്ന് വോട്ട് ചെയ്ത് അവിശ്വാസ പ്രമേയത്തിനെതിരായി മുഖ്യമന്ത്രിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ സമുദായത്തിന് 2% സംവരണം തരണം. അതും അനുവദിച്ചു കൊടുത്തു. ഒരു അന്വേഷണവും ഇല്ലാതെ അത് എവിടെയെന്ന് നമ്മുടെ സംവരണത്തിൽ നിന്ന് 7 ഉണ്ടായിരുന്നു, വീണ്ടും 2% വെട്ടി ധീവര സമുദായത്തിന് കൊടുത്തു. നമ്മൾ എത്ര പേർ അറിഞ്ഞു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് നീതിയാണ്? നമ്മളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളല്ലേ, പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരല്ലേ? അതില്ലായിരുന്നുവെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി അഭിമാനത്തോടു കൂടി നിൽക്കാമായിരുന്നു. നമ്മൾ മുന്നോക്ക സമുദായക്കാർ. ഇതൊന്നും നമുക്ക് അവകാശമില്ല. ഭരണഘടനാപരമായി സംവരണത്തിന് നമുക്ക് അവകാശമില്ലെന്ന് പറയാൻ പറ്റും. പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുത്തുകയും നമ്മളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന സമീപനം